ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. സുവിശേഷവും സഭാപഠനങ്ങളും അൽമായരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഷാലോം ടിവിയും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസും ചേർന്ന് ഇവിടെ ഒരുക്കിയ തിയോളജി പഠനം അതിൻ്റെ 6ാം വർഷത്തിലേക്ക് കടന്നു. ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സ്രഷ്ടാവാം ദൈവം നിൻ വചനത്താലുളവായെല്ലാം. യഹോവ ഈയോ അത്യുന്നതൻ നീ, നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തിയും നീ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി
നീ മാത്രം മതി എനിക്ക്. ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് ഞെള്ളക്കാട്ട് പിതാവിന്റെയും ജോസഫ് പാംപ്ലാനി പിതാവിന്റെയും നേതൃത്വത്തിൽ ദുബായ് സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് തിയോളജി പഠനം പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ഒപ്പം അതുല്യമായ ആത്മീയ സന്ദേശങ്ങളും നൽകുകയുണ്ടായി. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് തലശ്ശേരി അതിരൂപതയാണ്. 2006 വലിയമ്പിറ്റം പിതാവിൻ്റെ പ്രത്യേക താല്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ സഭയിൽ എല്ലാവരും തുല്യരാണ്, ഒരേ ആ ഗണത്തിൽപ്പെടുന്നവർ തുല്യരാണ്. പക്ഷെ ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വ്യത്യാസമാണ്. ആ ജോലികൾ കൊണ്ട് ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യാസമുള്ള ആളാണ്. അവിടെയാണ് നമ്മുടെ വ്യത്യാസം അടങ്ങിയിരിക്കുന്നത്. മാമോദീസ സ്വീകരിച്ച് നമ്മളൊക്കെയും യേശുവിൻ്റെ എല്ലാ ദൗത്യത്തിലും ഒരുപോലെ പങ്കാളികളാണ്. പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക, 3 ദൗത്യം നമ്മളെല്ലാവരും. പക്ഷേ ഈ 3 ദൗത്യവും ഉൾക്കൊണ്ടിട്ടുള്ള ദൈവത്തിൻ്റെ ജനത്തിന് സേവനം ചെയ്യാനായി ദൈവം മറ്റു ചിലരെ പ്രത്യേകമായിട്ട് വിളിക്കുന്നു. അവിടെയാണല്ലോ വൈദികരും സമർപ്പിതരൊക്കെ വരുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ദൈവജനത്തിന് സേവനം ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ വിളിക്കുന്ന അതാണ്. അപ്പോൾ ഈ ഒരു പുതിയ കാഴ്ചപ്പാട് വത്തിക്കാൻ കൗൺസിൽ നമുക്ക് തന്നതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിനെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അറിയാതെ നമുക്ക് പറ്റത്തില്ല, അറിവ് വേണം. ഇപ്പോൾ തന്നെ സെമിനാരി പഠനം എടുക്കുകയാണെങ്കിൽ ഞാനും പാംപ്ലാനിഷനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ പാംപ്ലാനിഷനിലെ കുറേ സീനിയറാകട്ടോ, അത്ര ചെറുപ്പമൊന്നുമല്ല, 10-22 വയസ്സ് വ്യത്യാസം, 22 അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിലും ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് 7-9 വർഷത്തെ പഠനം സെമിനാരിലുണ്ടായിരുന്നത്. മൈനർ സെമിനാരി 2 വർഷം, അന്ന് ഡിഗ്രിക്ക് +2 പോലും ആവശ്യമില്ല. PhD ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല നേര് പറയുകയാണെങ്കിൽ. അത് കഴിഞ്ഞ് ഫിലോസഫിക്ക് പോകുന്നു, ഫിലോസഫി കഴിഞ്ഞ് നേരെ തിയോളജി. അന്ന് റീജൻസി കാലഘട്ടം ഒന്നുമില്ല. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ +1 +2 പഠിക്കുന്ന മൈനർ സെമിനാരിയിൽ ഇൻട്രൊഡക്ഷൻ 1 കൊല്ലം 3 കൊല്ലമായി. അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഡിഗ്രി പഠിക്കാൻ എല്ലാവരും പോകുന്നത്. 3-6 കൊല്ലമായി. ഡിഗ്രി പഠനം കഴിഞ്ഞിട്ടാണ് അവർ ഫിലോസഫി പഠിക്കാൻ പോകുന്നത്. അത് 3 വർഷമോ 2 വർഷമോ ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും. വലിയ ഹയർ സ്റ്റഡീസിനൊക്കെ പോകേണ്ടവർ താല്പര്യമുണ്ടെങ്കിൽ 3 വർഷം പഠിക്കണം, അല്ലാത്ത 2 വർഷം പഠിച്ചാൽ മതി. അപ്പോൾ 6, 3, 9ആയി. 1 കൊല്ലത്തെ റീജൻസി അത് 10ആയി. 4 കൊല്ലത്തെ തിയോളജി 14 വർഷമായി ഇപ്പോൾ പഠനം. എന്തുകൊണ്ടാണ്? കാലങ്ങൾ മാറിയതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് യേശുവിൻ്റെ സന്ദേശങ്ങൾ, സുവിശേഷ സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയണമെങ്കിൽ പഠനം ആവശ്യമാണ്. അതാണ് പഠനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ന് മനുഷ്യൻ ചോദിക്കും. അപ്പോൾ നമ്മളോട് പത്രോസിയൊക്കെ പറയുന്ന പോലെ നമ്മളോട് സംശയം ചോദിക്കുന്ന ഏതൊരുവിനോടും മറുപടി പറയാൻ തക്കവണ്ണം നമ്മൾ പ്രാപ്തരായിരിക്കണം. അത് നമ്മൾ ആത്മീയതയിൽ മാത്രം നിന്നുള്ള മറുപടി പോരാ, തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെയാണ് പഠനത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത് പടിപടിയായിട്ട്. 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണ രേഖകളിലൂടെയൊക്കെ പറഞ്ഞു വെച്ചത് നമുക്കും പരിശീലനങ്ങൾ വേണം, പഠനം വേണമെന്ന് പറയുകയുണ്ടായി. അൽമായരെ പറ്റി പറയുന്ന പ്രമാണ രേഖയിലൊക്കെ വൈദികർക്കും സമർപ്പിതർക്കും മാത്രമല്ല അൽമായർക്കും ദൈവശാസ്ത്രം പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ സെമിനാരികളിലൊക്കെ ഇന്ന് അൽമായർക്കും പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സെമിനാരിയിൽ ചേർന്നോ അല്ലെങ്കിൽ ഡേ സ്കോളേഴ്സായിട്ട് പോയൊക്കെ പഠിക്കാം. പക്ഷേ എല്ലാവർക്കും ഒന്ന് സെമിനാരിൽ പോയി പഠിക്കാൻ നമുക്ക് സാധിക്കുകയില്ല, ഡേ സ്കോളേഴ്സായിട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പലയിടത്തും ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ തുടങ്ങിയത്. അപ്പോൾ 2006 തലശ്ശേരി രൂപത തുടക്കം കുറിച്ചു ഒരു സ്ഥാപനമാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മുടെ അൽമായ സഹോദരങ്ങളിലേക്ക് ദൈവശാസ്ത്രം എത്തിക്കുക എന്ന ചിന്തയോടുകൂടിയാണ് ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആത്മാവും പരമാത്മാവും എല്ലാം പാംപ്ലാനി പിതാവ് തന്നെയാണ്. പിതാവിനോട് ചേർന്ന് വളരെയേറെ ആളുകൾ, ഒരു വലിയ ഗണം അതിനകത്ത് പഠിപ്പിക്കുന്നവരുണ്ട്, ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നിതാന്തമായ പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 17,000 പേര് പഠിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായിട്ട് പല വിധങ്ങളിലൂടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇന്ന് കൂടുതൽ പഠിക്കണമെന്നൊരു താല്പര്യം നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലും പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കും നമ്മുടെ മതാധ്യാപകരുടെ ഇടയ്ക്കും ആത്മായ സഹോദരങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകതയാണ്. തലശ്ശേരി രൂപതയിൽ തന്നെ ഏതാണ്ട് 3,500 മതാധ്യാപകരുണ്ട്. അവരിൽ ഏതാണ്ട് 1,500ഓളം പേര് ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നുണ്ട്.
കഴിഞ്ഞ വർഷം നടത്തിയ കോൺവൊക്കേഷൻ ഞാൻ ഓർക്കുകയാണ്. ഏതാണ്ട് 400ഓളം പേര് ബിരുദം സമ്പാദിക്കാൻ വന്നിരുന്നൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ ഇതൊരു ആവേശമായി മാറിയിട്ടുണ്ട് പഠിക്കണമെന്ന ചിന്ത. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും സാധാരണ ആളുകളിലേക്ക്, പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് ദൈവശാസ്ത്രത്തെ കൊണ്ട് എത്തിക്കുക എന്ന ചിന്തയോടുകൂടിയാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് തുടങ്ങിയത്. അത് മനോഹരമായിട്ട് പോകുന്നു. അപ്പോൾ അതിൽ നമ്മൾ പങ്കാളികളാകുക, പഠിക്കുക എന്നുള്ളത് ചെയ്യേണ്ടത്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റിയുള്ള അറിവാണ് യേശുവിനെ പറ്റിയുള്ള അറിവെന്ന് പറയുന്നുണ്ടല്ലോ. സെൻറ്റ് ജെറോമിൻ്റെ വാക്കുകളാണ്. വിശുദ്ധ ഗ്രന്ഥം പഠിക്കുമ്പോൾ നമ്മൾ ഈശോയെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ തന്നെയാണെങ്കിലും 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ വിവിധ വിഷയങ്ങൾ, ബേസിക് പാഠങ്ങൾ പഠിച്ചാൽ വരുന്നത്. അവർ ത്രിത്വത്തെ 1 മുതൽ 3 വരെ ക്ലാസ്സുകളിൽ അവർ ത്രിത്വത്തെ പറ്റി പഠിക്കുന്നുണ്ട്. 4-ാം ക്ലാസ്സിൽ അവർ കൂദാശകളെ പറ്റി പഠിക്കുന്നുണ്ട്. 5ഉം 6ഉം ക്ലാസ്സുകളിൽ അവർ ഇസ്രായേൽ ജനത്തെ പറ്റിയും പുതിയ ജനമാകുന്ന സഭയെപ്പറ്റിയും പഠിക്കുന്നുണ്ട്. 7-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ പ്രബോധനം മുഴുവൻ അവർ പഠിക്കുന്നുണ്ട്. 8ഉം 9ഉം 10ഉം ക്ലാസ്സുകളിൽ നമ്മുടെ കുട്ടികൾ സഭയെപ്പറ്റി പഠിക്കുന്നത്. സഭ ദൈവജനമാണ്, സഭ ആരാധന സമൂഹമാണ്, സഭ പ്രേക്ഷിത സമൂഹമാണെന്നൊക്കെ അവർ പഠിക്കുന്നുണ്ട്. 11ഉം 12ഉം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ ജീവിതം സഭയിൽ സമൂഹത്തിൽ എങ്ങനെ നയിക്കാമെന്നൊക്കെ അവർ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു ചുരുക്കം അവർ പഠിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടാകുകയില്ല. പ്രായത്തിനൊത്തോളം വീണ്ടും വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ കോഴ്സൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ബിരുദാനന്തര ബിരുദവും സമ്പാദിച്ചിരിക്കുന്ന ഇവിടെ കുടിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും ഈ അവസരത്തിൽ ഹാർദവുമായിട്ട് അഭിനന്ദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് നിങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ വെച്ചാൽ പോരാ, അത് മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം. മറ്റുള്ളവരോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അതിലൊക്കെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെ തീർച്ചയായിട്ടും കർത്താവ് കൂടുതൽ അറിയപ്പെടാൻ ഇടയാകണം, അവതരിക്കപ്പെടയാകണം, സഭ കൂടുതൽ അറിയപ്പെടാൻ ഇടയാകണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവശാസ്ത്രം പഠിച്ച് അതിൻ്റെ ഒരു തലം വരെ എത്തിയിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കാൻ ദൈവശാസ്ത്രം ആവശ്യമില്ല എന്നുള്ളത് സത്യം. വിശുദ്ധ അഗസ്റ്റിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അഗസ്റ്റിൻ അതിന് പറഞ്ഞ മറുപടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അഗസ്റ്റിൻ പറഞ്ഞ മറുപടി ഇതാണ്: ഊബി അമോർ ഈബി ഒക്കുളോസ് എന്ന്. ഞാൻ എന്തോ തെറി പറഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അല്ല. ഇവിടെ വേദിയിലിരിക്കുന്ന അച്ഛന്മാർക്ക് അത് മനസ്സിലായി. ലത്തീൻ ഭാഷയിലാണ് അഗസ്റ്റിൻ എഴുതിയിരിക്കുന്നത്. ഊബി അമോർ ഈബി ഒക്കുളോസ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഞാൻ സ്നേഹിക്കുന്നു അത്ര കണ്ട് ആഴത്തിൽ അതിനെ അറിയാൻ പരിശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കാൻ ദൈവശാസ്ത്രം ആവശ്യമില്ല. മറിച്ച് ആ സ്നേഹത്തെ പ്രകടമാക്കാൻ, ആ സ്നേഹത്തെ പകർന്നു നൽകാൻ, ആ സ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ നാം ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന സത്യം നാം തിരിച്ചറിയണം. ബാക്കി എല്ലാ മേഖലകളിലും വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം സംഭവിച്ചപ്പോൾ ദൈവശാസ്ത്ര മേഖല ഏതാനും പള്ളിയിലച്ചന്മാർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ടപ്പോൾ സഭ ദുർബലമായി തീർന്നു. അത് 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ വലിയൊരു തിരിച്ചറിവാണ്. ആ കൗൺസിലിൻ്റെ വലിയ സ്വപ്നമാണ് വൈദികർക്ക് കിട്ടുന്നത് പോലത്തെ പരിശീലനം എല്ലാ അൽമായർക്കും സംലഭ്യമാക്കണം. അതിലൂടെ മാത്രമേ വരും കാലഘട്ടത്തിലെ സഭയ്ക്ക് കരുത്താർജിക്കാൻ, യൗവനയുക്തയായി നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്ന് വത്തിക്കാൻ കൗൺസിൽ കണ്ടെത്തി. ആ ഒരു ദർശനപരതയുടെ ദൃശ്യാവിഷ്കാരമാണ് നാം ഇന്നിപ്പോഴിവിടെ കാണുന്ന ഈ 34 പേരുടെ കോൺവൊക്കേഷൻ. So I am proudly introducing our bachelor's and master's degree holders as those who are capable of utilizing their time most effectively and productively, and let us join our hands to congratulate our graduates and our master's degree students. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവശാസ്ത്ര പഠനത്തിൻ്റെ വഴിയെ വരുമ്പോൾ നമ്മൾ സഭയെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ പഠിക്കുക. ഈ നമ്മളിന്ന് പഠിച്ച മുഴുവൻ ദൈവശാസ്ത്രവും അതിൻ്റെ ആദ്യ രൂപത്തിൽ രൂപപ്പെടുത്തിയെടുത്തത് സാക്ഷാൽ പൗലോസ് അപ്പോസ്തലനാണ്.
പൗലോസിന് വികാരമുണ്ട്, വിചാരമുണ്ട്. അത് രണ്ടും കൂടി ചേർന്നപ്പോൾ സഭയെന്ന കരുത്തുറ്റ സൗധത്തിൻ്റെ അടിത്തറകൾ രൂപപ്പെട്ടു എന്നതിന് ചരിത്രം സാക്ഷി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവാണ്. വെറും ബുദ്ധി കൊണ്ട് പഠിക്കുന്നൊരു വിഷയമല്ല ദൈവശാസ്ത്രം. അത് മറ്റേതെങ്കിലുമൊക്കെ ശാസ്ത്രം പഠിക്കാൻ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. But you can never ever be a good theologian merely by the help of your intellect or reasoning. It is impossible. In order to be a very good theologian, you need to learn the art of kneeling down before the Eucharist. പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ മുട്ടേ നിൽക്കാൻ, ആ പരിശുദ്ധ കുർബാനയെ നോക്കി സങ്കടപ്പെടാൻ, വേദനിക്കാൻ, ആശ്വസിക്കാൻ പഠിക്കുന്നതുവരെയും നീ നല്ല ദൈവശാസ്ത്രജ്ഞനാകില്ല. ഒരു ജപമാലയെങ്കിലും ഫലവിചാരം കൂടാതെ ചൊല്ലിത്തീർക്കാൻ കഴിയുന്നില്ലാത്തിടത്തോളം കാലം യു ക്യാൻ നെവർ എവർ ബി എ ഗുഡ് തിയോളജിയൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ അബദ്ധധാരണ എന്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻ്റലക്ച്വൽ എക്സർസൈസാണ്. ദാറ്റ് ഈസ് വൈ വി ആർ നോട്ട് ഇൻ നീഡ് ഓഫ് തിയോളജി എന്നൊരു സങ്കല്പം പലർക്കും ഉണ്ട്. നോ, think about the great theologians of the Catholic tradition, and they were wonderful, pious people. They were holy and saintly people. Can you point out a saint who is not a good theologian? അതാണ് നമ്മൾ ഈ കത്തോലിക്ക സഭയ്ക്ക് നമുക്ക് മുമ്പിൽ വയ്ക്കാനുള്ള വലിയ ഒരു തിരിച്ചറിവും സത്യവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവിക്കാനുള്ള വലിയ ബോധ്യങ്ങൾ ദൈവശാസ്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കും. അത് ഇങ്ങനെ MDH പഠിച്ചാൽ മാത്രമേ ഉള്ളൂ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുക. മറിച്ച് നമ്മൾ പഠിച്ച വേദപാഠ ക്ലാസ് മുതലേ നാം ദൈവശാസ്ത്രം പഠിക്കുകയാണ്. ഈ ദൈവശാസ്ത്ര പഠനത്തിലൂടെ നാം ചെയ്യുന്നത് ഈശോ മിശിഹായുടെ നാമം മഹത്വമുള്ളതാക്കി തീർക്കുകയാണ്. ദൈവശാസ്ത്രത്തോട് എനിക്ക് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം, പരിശുദ്ധ സഭയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായ ഉത്തരവുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ സഭയുടെ പ്രബോധനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ വളർച്ചയുടെ പല പടവുകളും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ 2 യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ കോഴ്സുകൾ അംഗീകരിക്കപ്പെട്ട് മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഡിഗ്രികൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോമിലെ കോൺഗ്രിഗേഷൻ ഫോർ എഡ്യൂക്കേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അംഗീകരിക്കുന്നതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയായി വരികയാണ്. ഉടൻ തന്നെ നിങ്ങൾ സഭയുടെ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠിതാക്കളായി മാറാൻ ദൈവം അനുഗ്രഹിച്ചാൽ ഇടവരും എന്നുള്ള സന്തോഷ വാർത്തയും കൂടി ഞാൻ അറിയിക്കുകയാണ്. വിജയികളായെത്തിയ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി. ഫാദർ ലെനി കുന്നോളി, ഫാദർ അലക്സ് വാച്ചാപ്പറമ്പിൽ, ഫാദർ വർഗീസ് ചെമ്പോളി, ഫാദർ ജോൺ പടിഞ്ഞാക്കര, ഫാദർ ബിജു അലോഷ്യസ്, ഫാദർ ജോയി വാതല്ലൂർ എന്നീ വൈദികരും ഈ മഹനീയ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ശക്തി പകരുകയും ചെയ്തു. ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട്, കൂടുതൽ ആഴത്തിൽ അറിയുവാനായിട്ട്, ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്. തിയറി മേക്സ് പ്രാക്ടീസ് പെർഫെക്റ്റ് എന്ന് പറയാറുണ്ട്. പ്രാക്ടീസ് നാം എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ പ്രാക്ടീസ് കൂടുതൽ നന്നാവുന്നത് അറിവ് കൂടുമ്പോഴാണ്. അങ്ങനെയുള്ള ഒരു അറിവിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവം നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. തലശ്ശേരി അതിരൂപത തുടങ്ങിയ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് ഒത്തിരിയേറെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കത്തോലിക്ക സഭയുടേതായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ദൈവത്തെ അറിയുവാനും ദൈവവചനവും ക്രിസ്തു ദർശനവും സഭാവിജ്ഞാനീയവുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ആധുനിക കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ അൽമയരെ പ്രാപ്തരാക്കുന്ന, ശക്തരാക്കുന്ന,
കെട്ടുറപ്പുള്ള ഒരു വിശ്വാസ പടുത്തുയർത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിയുന്നുണ്ട്. അതിൽ നമുക്ക് ഒത്തിരിയേറെ അഭിമാനിക്കാം, സന്തോഷിക്കാം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. വർഗീസ് അച്ഛന് ഹോളി ട്രിനിറ്റി എന്താണെന്ന് അറിയാമോ? ഞാൻ മിണ്ടിയില്ല. കുട്ടി വിചാരിച്ചു പാവം അച്ഛൻ അറിയത്തില്ല. പേടിക്കണ്ടച്ചോ, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ചു. വാട്ടർ can be in 3 forms. In liquid form we call water. It can be in the form of the solid form, ice cube. It can also in the vapor form. She wanted to make sure that matter was same, but in 3 forms. Did you understand, Father? She wanted to make it very clear. പാമ്പ്ലാണി പിതാവ് പറയായിരുന്നു, തിയോളജി പഠിച്ച ഭാര്യയെ കണ്ടിട്ട് ഭർത്താവ് പറയുന്നു, നിൻ്റെ ജീവിതം കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. തിയോളജി പഠിച്ച ഭർത്താവിനെ നോക്കിയിട്ട് ഭാര്യ പറയുന്നു, നിങ്ങളുടെയും ജീവിതം നന്നായിട്ടുണ്ട്. ഒരു ദൈവശാസ്ത്രം പഠിച്ച ഒരു ആൻറ്റിയാണ് ഈ മകൾക്ക് ഈ ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. മാതാവും പിതാവും തിയോളജി പഠിച്ച് ട്രോഫികളൊക്കെ വാങ്ങിച്ച ദമ്പതിമാർ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ മക്കളും ഇവിടെയുണ്ട്. സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടം തേടിയുള്ള യാത്രയായിട്ടാണ്. അത് എങ്ങനെ കൈകാര്യം ചെയ്യാം, അതെങ്ങനെ സ്വായത്തമാക്കാം എന്നുള്ള ശാസ്ത്രകല പഠനമായിട്ടാണ് ഈ തിയോളജി ക്ലാസ്സുകൾ ഈ മണലാരണ്യത്തിലൂടെ അലങ്കേറിക്കൊണ്ടിരിക്കുന്നത്. ദൈവവചനം കൂടുതൽ ആഴത്തിൽ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവശാസ്ത്രപരമായിട്ടുള്ള അറിവുകളോടുകൂടെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് അവരുടെ തെറ്റായ അറിവുകൾ തിരുത്തുവാനെല്ലാം സാധിക്കുന്ന രീതിയിൽ ഒരു ഉൾക്കാഴ്ചയും ബോധ്യവും തീർച്ചയായിട്ടും ഇന്ന് ഈ സഹോദരർക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സഭയെ കൂടുതൽ ശക്തിയോടെ ദൈവശാസ്ത്ര രംഗത്തും അതുപോലെ തന്നെ ദൈവികമായ രീതിയിലും ആധ്യാത്മിക മേഖലയിലും നയിക്കുവാനായിട്ട് ഇവിടെയുള്ള പുരോഹിതന്മാർക്ക് ശക്തമായ പിന്തുണ നൽകുന്ന നല്ലൊരു പിൻതലമുറ, അതുമല്ലെങ്കിൽ പിന്തുണ നൽകുന്ന ശക്തമായിട്ടുള്ളൊരു കൂട്ടം വ്യക്തികൾ ഇന്നിവിടെയുണ്ട് എന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുകയാണ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തെ പകർന്നു കൊടുക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇവിടെ സന്നിഹിതരായ ഏവർക്കും ഈ നിമിഷത്തിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. കൂടാതെ കരിസ്മാറ്റിക് കോർഡിനേറ്റർ ജോഷി മാത്യു, അതുപോലെ UAE മൊത്തം ഈ കോഴ്സ് തുടങ്ങിക്കൊണ്ട് കൂടുതൽ തിയോളജി പഠിച്ചുകൊണ്ട് കൂടുതൽ ദൈവാനുഭവത്തിൽ ദൈവസ്നേഹത്തിൽ നമ്മുടെ സമൂഹം, മലയാളി സമൂഹം വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് ഗ്രാജുവേഷൻ നേടിയ MTHും BTHും ഗ്രാജുവേറ്റ്സ് നേടിയ എല്ലാവരെയും ഈ നിമിഷം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ തന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ഇൻവിജിലേറ്റേഴ്സിനെ പ്രതിനിധീകരിച്ച് ഡെയ്സമ്മ രാജീവും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പങ്കാളിത്തമേകി. എനിക്ക് അത്ഭുതം തോന്നിക്കുന്ന വേറൊരു കാര്യമുള്ളത്, ഈ പരീക്ഷ എഴുതാൻ വരുന്ന ഗ്രൂപ്പുകളിൽ എല്ലാ പ്രായക്കാരും ഉണ്ട്. വിവാഹിതരാകാത്തവരുണ്ട്, വിവാഹിതരായവർ, ദമ്പതികൾ ഒന്നിച്ചിരുന്ന് പരീക്ഷ എഴുതുന്നു, അപ്പനും മകളും ഒന്നിച്ചിരുന്നു പരീക്ഷ എഴുതുന്നു, അമ്മയും മകളും ഒന്നിച്ചിരുന്ന് പരീക്ഷ എഴുതുന്നു, അതുപോലെ തന്നെ കൊച്ചുമക്കളുള്ളവർ വരെ ഈ പരീക്ഷയിലുണ്ട്. അപ്പോൾ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജോലി മേഖലകളിലുമുള്ളവരുണ്ട്. സഭയോട് ഇഷ്ടം തോന്നുമ്പോൾ, ഈശോയോട് കൂടുതൽ ഇഷ്ടം തോന്നുമ്പോൾ, ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നമ്മൾ തിയോളജി പഠിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ വീണ്ടും പിതാക്കന്മാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടേഴ്സിനും നമ്മുടെ ഇടവക വികാരിക്കും ഒക്കെ അവരുടെ അകമഴിഞ്ഞ സഹകരണത്തിനൊക്കെ നന്ദി പറയുകയാണ്. എല്ലാ ഇൻവിജിലേറ്റേഴ്സിൻ്റെയും നാമത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു.
ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അനേകായിരങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ശുശ്രൂഷകൾ കൊണ്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി